അവനോ ഒരു നാണം കെട്ടവൻ. പറഞ്ഞു വിട്ടിട്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവളുമാർക്ക് എന്ത് പറ്റി? ബുദ്ധിയില്ലാത്തവര്, കഴുതകള്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ കുശൂഷിച്ചോണ്ടിരിക്കുന്നേ? ഈയിടെയായിട്ട് ഈ വീട്ടിൽ എന്നെ ആരും അനുസരിക്കാതായിരിക്കുന്നു. അവൻ വന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് കാണണമെന്നാണോടാ? കൂടെ വന്നിരിക്കുന്ന എന്റെ പേരമകനാ. വന്നെന്ന് വെച്ച് പോടാ പോടാ. ചേച്ചി, ചേച്ചിയുടെ മോനോ? അവന്റെ കാര്യം പോട്ടെ അളിയ, ഇതാണ് എന്റെ മൂത്ത മോള്. ഇപ്പൊ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. അനുഗ്രഹം മേടിച്ച മോളെ. നന്നായിരിക്കട്ടെ മോളെ. അളിയ, ഇതെന്റെ രണ്ടാമത്തോളം ദിവ്യ. അത് മൂത്ത മകള് ചിന്ത. ഞങ്ങളുടെ കല്യാണത്തിനും അളിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. മോളെ നീ ഭാഗ്യവതി അടി. നിന്റെ കല്യാണത്തിന് അമ്മാവനുണ്ടല്ലോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഷൺമുഖം, നീ കുളിച്ച് റെഡി ആയിട്ട് വാ. ശരി ചേച്ചി, ഞാൻ താമരെ ഒന്ന് നിന്നേ. എന്താ കൈനീട്ടം കൈ കിട്ടിയപ്പോഴേക്കും കണ്ണ് കാണാതെയാണല്ലോ നിന്റെ പോക്ക്? അളിയനും മോനും നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ? വേഗം പോയി കുറച്ച് ഐസിട്ട് മോരെടുത്തോണ്ട് വാ. ചെല്ലി വേണേ. ഈ കുട്ടി ഏതാന്ന് ആരും പറഞ്ഞില്ലല്ലോ. അത് ഈ പെങ്കൊച്ച് ഏതാന്ന് വെച്ചാ അളിയ, ഈ മൂർത്തി എന്ന് പറഞ്ഞൊരു വേലക്കാരൻ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ മോളാണ്. ആ മൂർത്തിയുടെ മോളാണോ ഇവള്? അപ്പൊ മൂർത്തി ആളെയാണ് അറിയാവോ? അറിയുവോന്നോ? അവൻ ഈ വീട്ടിലെ വേലക്കാരൻ മാത്രമായിരുന്നില്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. അവൻ ഇതിനോടകം മരിച്ചുപോയി എന്ന് കേട്ടു. അതുപോട്ടെ, ഈ പെൺകുട്ടി ഇവിടുത്തെ വീട്ടുജോലിക്കാരിയാ? അളിയാ, ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അളിയന്റെ അച്ഛൻ അവളെ കാണുന്നത്. അതുകൊണ്ട് ഈ താമരയെ സ്വന്തം മോളെ പോലെയാ വളർത്തുന്നത്. ഓ ശരി 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 പറഞ്ഞ അങ്ങനെ പോയ എങ്ങനെയാ? എന്തൊരു വെയിറ്റ് ആണപ്പോ. ഈ കുടുംബത്തിന്റെ മാനം, മര്യാദ, നിന്റെ സഹോദരിമാരുടെ ജീവിതം, അതിനേക്കാളൊക്കെ വലുതായി പോയടാ നിനക്ക് നിന്റെ പ്രേമം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അനാഥ പെണ്ണിനെ കൊണ്ടുപോയി ഏതെങ്കിലും മഠത്തിൽ വിട്ടിട്ട് വാ. അതല്ല അവളാണ് മുഖ്യമെങ്കിൽ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയ്ക്കോ. മേലിൽ എന്റെ മുഖത്തേക്ക് നീ നോക്കി പോകരുത്. ശരി അച്ഛാ, ഞാൻ മുഖത്ത് നോക്കില്ല. വിട്ടേര്. അച്ഛാന്ന് കുലം കുത്തി.